Every child is a canvas, waiting for the brushstrokes of opportunity. Each of them carries a dream within, a spark waiting to glow. At St. Joe's Central School, we nurture those canvas and dreams with care, creativity and confidence. Admission open for the academic year 2026-27. പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ വികസന സമിതി രംഗത്ത്. നടപടിയായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സമിതി മുന്നറിയിപ്പ് നൽകി. പാഞ്ഞാൾ കിള്ളിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി ജനകീയ വികസന സമിതി ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ഈ ആവശ്യത്തിന്മേൽ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകും. മുൻപ് നിരവധി ഹർത്താലുകളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി 1987 10 ബെഡുകളോടെ ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇത് നിർത്തലാക്കുകയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാർക്ക് നിവേദനം നൽകിയെങ്കിലും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായില്ല. ആശുപത്രി അധികൃതരുടെ ഈ അവഗണന മൂലം സാധാരണക്കാരായ പ്രദേശവാസികളാണ് നിലവിൽ ദുരിതത്തിലായിരിക്കുന്നത്. ഈ കുടുംബ ആരോഗ്യ കേന്ദ്രമായിട്ട് ഉള്ള കിള്ളിമംഗലത്ത് പ്രവർത്തിക്കുന്ന പാഞ്ഞാൾ പഞ്ചായത്തിൻ്റെ കിള്ളിമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു. അത് പിന്നെ കുടുംബ ആരോഗ്യ കേന്ദ്രമായിട്ട് നടപ്പാക്കി. അപ്പോൾ ഇത് 1987 PN നാരായണൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് നാട്ടുകാർ കാശ് പിരിച്ചിട്ടാണ് ഈ ആശുപത്രി കെട്ടിടം പണിതത്. 1988 ഇത് കിടത്തി ചികിത്സയ്ക്കുള്ള 10 ബെഡോട് കൂടിയിട്ടുള്ള അംഗീകാരം കിട്ടുകയും ചെയ്തു. 2007 ഇതിൻ്റെ കിടത്തി ചികിത്സ അംഗീകാരത്തിന് വേണ്ടി ജനകീയ വികസന സമിതി എന്നുള്ള പേരിൽ 3 പ്രാവശ്യം 3 ഹർത്താലുകൾ നടത്തി മന്ത്രിമാരെ നേരിട്ട് കണ്ടു. മന്ത്രിമാരെ കണ്ടതിൻ്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇത് കിടത്തി ചികിത്സയ്ക്കുള്ള അംഗീകാരം തന്നു 2007. എന്നിട്ടും അത് കിടത്തി ചികിത്സ നടപ്പാക്കാതെ വന്നപ്പോൾ വീണ്ടും 2 ഹർത്താൽ നടത്തി. ഹർത്താൽ നടത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ അംഗീകാരം തന്നത്. അവർ കിടത്തി ചികിത്സ ഉദ്ഘാടനം നടപ്പാക്കി. പക്ഷേ എങ്കിലും ഇതുവരെയും കിടത്തി ചികിത്സ ഇതായിട്ടില്ല. അപ്പോൾ 8 കിലോമീറ്റർ ചുറ്റളവിലെന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രി സംവിധാനം നിലവിലില്ല. കോളനികളുള്ള ഏറ്റവും കൂടുതൽ കോളനികളുള്ള ചേലക്കര നിയോജകമണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ് പാഞ്ഞാൾ. ഇവിടെ വേണ്ടത്ര ഡോക്ടർമാരോ സ്റ്റാഫുകളോ അതുപോലെയുള്ള മരുന്നോ ഒന്നും സാധ്യതയായിട്ട് എത്തുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുക. മന്ത്രിമാരുടെ ഓർഡർ വന്നാലും ഇവിടെ നടപ്പാക്കാത്ത രീതിയിലുള്ള ചില ആളുകളുണ്ട്. അപ്പോൾ പുതിയ സർക്കാർ വന്നാൽ ഇത് നടപ്പാക്കുന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നടപടികളും ഉണ്ടാവണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് നമുക്ക് പറയാനുള്ളത്. ഈ ആശുപത്രിയുടെ 8 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് സർക്കാർ ആശുപത്രികൾ ഒന്നും തന്നെ ലഭ്യമല്ല എന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. നിലവിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ താണ്ടി ചേലക്കര താലൂക്ക് ആശുപത്രിയെയോ അല്ലെങ്കിൽ വലിയ തുക നൽകി സ്വകാര്യ ആശുപത്രികളെയോ അഭയം പ്രാപിക്കേണ്ട ഗതികേടാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികൾ വൈകുന്ന പക്ഷം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വൻ പ്രക്ഷോഭത്തിന് രൂപം നൽകാൻ ജനകീയ വികസന സമിതി തീരുമാനിച്ചിരിക്കുന്നത്. CCV ന്യൂസ്, പാഞ്ഞാൾ.